വളരെ സിമ്പിളാണ്. ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, ക്വാണ്ടിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെന്താണോ നിങ്ങളുടെ മേഖല. ഇപ്പം ഞാൻ ഒരു കണ്ടൻറ് ക്രിയേറ്ററാണ്. എൻ്റെ കയ്യിൽ നിന്ന് വലിയൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ഒന്നും ആൾക്കാരെ എക്സ്പെക്റ്റ് ചെയ്യില്ല. അപ്പോൾ കണ്ടൻ്റാണ് ഇമ്പോർട്ടൻ്റ് എന്നെ സംബന്ധിച്ചോളം. നിങ്ങളൊരു വ്ളോഗറാണോ, ക്വാളിറ്റി ആണോ, കണ്ടൻ്റ് ആണോ ഇമ്പോർട്ടൻ്റ്? ഉത്തരം ലളിതമാണ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിറ്റിയും വേണം, കണ്ടൻറ്റും നന്നാവണം. നേരെ മറിച്ച് ഞാനൊരു കണ്ടൻറ് ക്രിയേറ്ററാണ്. എൻ്റെ അടുത്ത് നിന്ന് ആൾക്കാരെ എക്സ്പെക്റ്റ് ചെയ്യണ ഒരു മിനിമം ക്വാളിറ്റി ഉണ്ട്, പക്ഷേ മാക്സിമം കണ്ടൻ്റാണ്. നമുക്കൊരു വീഡിയോയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. നമുക്ക് ഹാഷ്ടാഗ് കാണാൻ പറ്റും, നമുക്ക് തംബ്നെയിൽ കാണാൻ പറ്റും, ക്വാളിറ്റി കാണാൻ പറ്റും, കണ്ടൻറ്റ് കാണാൻ പറ്റും, ഹുക്ക് കാണാൻ പറ്റും. ഹുക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഹുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ തുടങ്ങുന്ന സമയത്ത് ആ വീഡിയോയിൽ പിടിച്ചു നിർത്താനുള്ള കാര്യമാണ് ഹുക്ക്. ആ ഹുക്ക് നമുക്ക് പലതിൽ കൊടുക്കാം. നിങ്ങൾ ഇത് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വ്ളോഗർ ആവില്ല. ഇത് നിങ്ങൾ കേട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും ഗുണം പിടിക്കൂല. ഇത് നിങ്ങൾ അറിഞ്ഞേ പറ്റൂ എന്ന് കൊടുക്കുന്ന ഹുക്കാണ് ആ വീഡിയോയിൽ ആളെ പിടിച്ചിരുന്നത്. നേരെ മറിച്ച് അത്തരത്തിൽ വലിയൊരു ഹുക്ക് കൊടുത്തിട്ട് ഒരു വളരെ മോശം കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം പോയി. കാരണം വെച്ചാൽ നിങ്ങൾ ഈ കാര്യം അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പെട്ടു മക്കളെ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരായിരിക്കും ഇവൻ നമ്മളെ മറ്റേ സാധനം ആക്കുകയാണെന്ന്. അപ്പോഴും ആൾക്കാർ നമ്മളെ തിരസ്കരിക്കും. അപ്പോൾ നല്ല ഹുക്ക് വേണം, നല്ല കണ്ടന്റ് വേണം. ഈ രണ്ട് കാര്യം മാത്രമാണ് നിങ്ങൾ ഒരു കണ്ടന്റ് ക്രിയേറ്ററിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അതിനുശേഷം മാത്രമേ ഉള്ളൂ ഹാഷ്ടാഗിൻ്റെയും തംബ്നെയിലിൻ്റെയും എല്ലാം വരിക. തംബ്നെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളെ ഒരു സാധനം കറക്റ്റ് വാളിൽ കാണും. ദിസ് ഈസ് ടെല്ലിങ് ലൈക്ക് ദിസ്. ഇത് ഒരു 40 മിനിറ്റിലെ ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങൾ പറയും ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിൽ ഏറ്റവും നെഗറ്റീവായിട്ടായിരിക്കും ആ തംബ്നെയിൽ കൊടുക്കുക. നെഗറ്റീവ് തംബ്നെയിലാണല്ലോ ആൾക്കാർ കൂടുതൽ കാണുക. അപ്പം തംബ്നെയിൽ നെഗറ്റീവ് കൊടുത്താലും ആൾക്കാരത് കാണുമ്പോഴും അതിലെ 40 മിനിറ്റ് വ്യൂ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. അല്ലാണ്ട് ആ തംബ്നെയിൽ കണ്ടിട്ട് ആ വീഡിയോ കണ്ടിട്ട് 1 മിനിറ്റ് ആ വീഡിയോ ഒരാൾ കണ്ട് അതിൽ നിന്ന് ആൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് നിങ്ങളെ വീഡിയോനെ ഡൗൺ ഗ്രേഡ് ആക്കുകയാണ്. പിന്നെ നിങ്ങളെ വീഡിയോസ് ഷെയർ ചെയ്യണ കാര്യം, നിങ്ങളെല്ലാവരും വ്ളോഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര് കാണാം. ഫേസ്ബുക്കിലും മറ്റേ വാട്സപ്പിലും ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ നിരത്തി ഷെയർ ചെയ്യണേ. ഈ 250 പേരുള്ള ഗ്രൂപ്പിൽ ഒരാൾ ആ വീഡിയോ എടുത്ത് ഓണാക്കിയിട്ട് 10-20 സെക്കൻഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ വീഡിയോ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമും തന്നെ അടിയിൽ പോക്കും. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് സോഷ്യൽ മീഡിയയിലോ നിങ്ങളെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലോ ഫോർവേഡ് ചെയ്യൽ നിർത്തുക. അതിൻ്റെ റീസൺ ഒന്നുമല്ല, അത് ആ വീഡിയോനെ നെഗറ്റീവായിട്ടേ ബാധിക്കുള്ളൂ. പിന്നെ നിങ്ങൾ കുറേ കാലം കഴിഞ്ഞാൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തോളേ. പിന്നെ ക്വാളിറ്റിയാണ് നമുക്കറിയാലോ. ഒരു ഫോട്ടോഗ്രാഫർ, ഒരു വീഡിയോഗ്രാഫർ, എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ പോസ്റ്റ് ചെയ്യണ ഒരു പോസ്റ്റിന് ഹൈ ക്വാളിറ്റി ആൾക്കാരെ എക്സ്പെക്റ്റ് ചെയ്യും. നേരെ മറിച്ച് എൻ്റെ അടുത്ത് നിന്ന് ആൾക്കാരെന്താ എക്സ്പെക്റ്റ് ചെയ്യുക? കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി. അത് എനിക്ക് പറഞ്ഞെന്ന് അറിയില്ല കേട്ടോ. എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. 2020 മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയം ഇന്ന് വരെ എൻ്റെ കൂടെ എപ്പോഴും എല്ലാ ഹെൽപ്പിനും നിൽക്കുന്ന ഒരു ഫ്രണ്ട്. ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അവനോട് ഞാൻ പറഞ്ഞു, എടാ ഞാൻ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിക്കേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു, കുറച്ച് ദിവസം മുമ്പ് ഞാൻ ചോദിച്ചു ഡാവിഞ്ചി. അവനാണ് ആദ്യം എനിക്ക് ക്യാപ് കട്ട് സജസ്റ്റ് ചെയ്തു കേട്ടോ. ക്യാപ് കട്ടിലൊരു പെയ്ഡ് വെർഷൻ അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ആളിനോട് പറഞ്ഞു, നബീലെ ഡാവിഞ്ചി ഒന്നും. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഡാവിഞ്ചി യൂസ് ചെയ്യണോ, ക്യാപ് കട്ട് ഒന്ന് മാറണോ? അവൻ പറഞ്ഞു, നബീലെ ഡാവിഞ്ചി ഒന്നും യൂസ് ചെയ്യണ്ട. കാരണം വെച്ചാൽ ഡാവിഞ്ചിക്ക് യൂസ് കഴിഞ്ഞാൽ എഡിറ്റിങ്ങിനായിട്ട് എനിക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ അത് പഠിക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് നിൻ്റെ അടുത്ത് ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യണ ഒരു സാധനമുണ്ട്, അത് നിനക്ക് ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ സാധാ ക്യാപ് കട്ട് ഉപയോഗിച്ച് ബേസിക് എഡിറ്റിങ്ങിൽ നീ കൊടുത്താൽ മതി. പിന്നെ പതുക്കെ അതിനെക്കുറിച്ച് പഠിച്ച് നീ ക്വാളിറ്റിയിലേക്ക് കയറി വാ. അപ്പോൾ എൻ്റെ അടുത്ത് ആൾക്കാർ എന്താണോ എക്സ്പെക്റ്റ് ചെയ്യണത് അതാണ് ഞാൻ ഡെലിവറി ചെയ്യേണ്ടത്. അവിടെ ഞാൻ പോയിട്ട് കുറേ ഡാവിഞ്ചിയും മറ്റേ കുറേ സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്തിട്ട് കുറേ സാധനം ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ആൾക്കാരെന്താണോ നമ്മുടെ നിന്ന് വാങ്ങുക. അപ്പോൾ നിങ്ങളൊരു ഇവോൾവിങ് ആസ് എ കണ്ടൻറ് ക്രിയേറ്റർ, നിങ്ങളോട് എനിക്ക് പറയാനുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, നിങ്ങളെ ഹുക്കോ നിങ്ങളെ ഹാഷ്ടാഗോ നിങ്ങളെ തംബ്നെയിലോ എന്തും ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളെ കണ്ടൻറ്റാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ നിങ്ങളെ ഏതും വരിക. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ നോക്കിയിട്ട് തന്നെ നിങ്ങൾ ബ്ലോഗ് ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളെന്നുണ്ടെങ്കിൽ മടിക്കരുത് കേട്ടോ, താഴെ കമൻറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അവരെ സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.